മാഡം വെൽക്കം ബാക്ക്. നമ്മളുടെ 4ാമത്തെ എപ്പിസോഡ്. അപ്പോഴേ ഞാനിവിടെ ശ്രീ പരമഹംസ യോഗാനന്ദയുടെ ഒരു ട്രഡീഷൻ, ആ സെയിം ലിനേജിൽ തന്നെ നമുക്കിവിടെ ടെക്സസിലൊരു പ്രിയോഗ സെൻ്റർ ഉണ്ട്. അപ്പം ഞാൻ അവിടെ നിന്നാണ് ലൈവ് ദീക്ഷ എടുക്കുന്നത്. അപ്പോൾ ഇപ്പം റീസെൻ്റായിട്ട് ഞാൻ മാഡത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ മാഡം പറഞ്ഞു എന്തോ ഒരു പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ് പരമഹംസ യോഗാനന്ദയായിട്ടുണ്ടെന്ന് മാഡം പറയുകയുണ്ടായി. അതൊന്ന് ഇലാബറേറ്റ് ചെയ്തൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. എന്താന്ന് ചോദിച്ചാല്, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ്. 33 വയസ്സിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടായി. പിന്നെ പല പല അന്വേഷണങ്ങൾക്കും ഒക്കെ ആയി. അത് കഴിഞ്ഞ് ഞാൻ മെഡിറ്റേഷൻ ഒരു സ്ഥിരം 4 മണിക്കോ ചിലപ്പോൾ 3 മണിക്കോ ഒക്കെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നൊരു കാലഘട്ടം. അങ്ങനെ ഒരു ദിവസം രാവിലെ മെഡിറ്റേഷൻ കഴിഞ്ഞു. ഞാൻ ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അന്ന് ഞാൻ സുപ്രീം സോളിനെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞ് രാവിലെ ഒരു 6 മണി 6:15 ഞാൻ എൻ്റെ ഡ്രോയിങ് റൂമിൽ വന്ന് സിറ്റ് ഔട്ടിൽ വന്ന് ഡ്രോയിങ് റൂമിലെ സോഫയിൽ വന്ന് ഇരിക്കുക. പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഒരാള് ഇങ്ങനെ പ്രത്യക്ഷമാകുക. നമ്മൾ സാധാരണ ഒരാൾ പ്രത്യക്ഷമാകുന്നത് പോലെ അങ്ങ് പ്രത്യക്ഷമായി. പെട്ടെന്ന് എനിക്ക് അത്ഭുതം തോന്നി. ഞാനിങ്ങനെ ഇത് സ്വപ്നമല്ല, ട്രാൻസിലല്ല, മെഡിറ്റേഷനിലല്ല, ഞാൻ സാധാരണ നോർമൽ ആയിട്ടിരിക്കുമ്പം എന്റെ മുമ്പില്, അതും എന്റെ ഡ്രോയിങ് റൂമില്. അപ്പൊ ഞാൻ നോക്കുമ്പം ഇദ്ദേഹത്തെ എനിക്ക് പുതപ്പ് കാണാം, ഒരു മാല ഇങ്ങനെ കാണാം. പക്ഷെ എനിക്ക് അങ്ങ് മുഖം എനിക്ക് ക്ലിയർ ആകുന്നില്ല. പക്ഷെ ബോഡി എനിക്ക് നന്നായിട്ട് കാണാം. അപ്പൊ എനിക്ക് തോന്നി ഇത് ആരാ ഇത്? എനിക്ക് ഭയമല്ല തോന്നിയത്, എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടത് ആരാണ് എന്നിങ്ങനെ പെട്ടെന്ന് ആ രൂപം അങ്ങ് മറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിസന്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന പോലെ അങ്ങ് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാനപ്പോ ഈ യോഗിയുടെ ആത്മകഥയൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്, പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല ഈ സമയത്ത്. പക്ഷെ ഞാൻ എന്നിട്ട് ഭയങ്കര സങ്കടത്തില് ഒന്ന് റിക്വസ്റ്റ് ചെയ്തു, ആരാണെന്ന് ഒന്നും പറയില്ലേ, എനിക്കറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, ആരാണോ ദയവ് ചെയ്ത് പറയാമോ എന്ന് ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്തു. വന്നയാളോ ആരാണെന്ന് അറിയത്തില്ല, മറഞ്ഞും പോയി. പക്ഷെ പെട്ടെന്ന് വീണ്ടും വന്നു കഴിഞ്ഞപ്പം പുറം തിരിഞ്ഞു നിന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി, ആ തലമുടി കണ്ട് എനിക്ക് മനസ്സിലായി. എന്തോ എങ്ങനെയാ അത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. എന്നെ മനസ്സിലാക്കുന്ന എന്താണോ അത് അദ്ദേഹത്തിന് അറിയാം. ഞാൻ അന്നേരം മനസ്സിലായി ഇത് പരമഹംസ യോഗാനന്ദയാണെന്ന് മനസ്സിലായി. ഞാൻ വേഗം എന്നിട്ടങ്ങ് മറഞ്ഞു. ഈ കാറിന്റെ ചില്ലൊക്കെ പൊട്ടിയാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അങ്ങ് മാറിപ്പോത്തില്ല, അതുപോലെ അങ്ങ് ഡിസന്റഗ്രേറ്റ് ചെയ്ത് അങ്ങ് പോയി. നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആൾ അങ്ങനെ അങ്ങ് പോവുക. അപ്പൊ എനിക്ക് ഭയങ്കര അതിശയായി പോയി. പക്ഷെ അത് അദ്ദേഹം വന്ന് നിൽക്കുമ്പോ ഭയങ്കര സുഖമാണ്, നമുക്കൊരു നല്ല എനർജി കിട്ടുന്നുണ്ട്, എന്നെ പോസിറ്റീവായിട്ടൊരു തോട്ട്. പെട്ടെന്ന് അദ്ദേഹം മറഞ്ഞു. അത് ഞാൻ ഓടിച്ചെന്ന് ഞാൻ ഈ ബുക്ക് തപ്പി എടുത്ത് നോക്കിയപ്പോ ഇദ്ദേഹം ആണോ എന്ന് നോക്കിയപ്പം കറക്റ്റ് ആ പുതപ്പ് ഒരാഷും പച്ചയും കലർന്ന ഒരു പുതപ്പ് പുതച്ചിട്ടിരിക്കുന്നു, ഒരു മാല ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ഞാൻ കണ്ടപ്പോ ആ മാലയ്ക്ക് കുറച്ചുകൂടെ നീളം ഉണ്ടായിരുന്നു, അത്ര വ്യത്യാസമുള്ളൂ. ഈ പടത്തിന് അത്ര നീളം ഇല്ല മാലയ്ക്ക്, പക്ഷെ ഞാൻ കാണുന്ന രൂപത്തിന് അത്രയും നീളമുള്ള ഒരു മാല ഇട്ടിരിക്കുന്നത്. ശരിക്കും യോഗാനന്ദ പരമഹംസയായിരുന്നു അത്. അയ്യോ, എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. കാരണം ഞാൻ അങ്ങനെ ക്രിയായോഗ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്, ഓട്ടോബയോഗ്രഫി ഓഫ്, അതിന്റെ ഇംഗ്ലീഷ് വേർഷനാണ് ഞാൻ വായിച്ചത്. അതിന്റെ മലയാളം ഞാൻ പിന്നീട് വരുത്തി വായിച്ചു. ഇദ്ദേഹത്തിനെ പറ്റി അതിനകത്തുണ്ട്. അത് എന്നെ ആകർഷിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ശരീരം ഡീക്കേഡ് ചെയ്യാതെ അങ്ങനെ തന്നെ അദ്ദേഹം തന്നെ ഈ തലമുടിയാണ് എന്നെ തിരിച്ചറിയാൻ സഹായിച്ചത്. അങ്ങനെയാണ്. അദ്ദേഹത്തെ അത്ര പരിചയം എനിക്കില്ല, കാരണം പുസ്തകം വായിച്ച ഒരിതേ ഉള്ളൂ. പക്ഷെ ഞാൻ കണ്ടു. അയ്യോ, എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. അങ്ങനെ ഒരു അനുഭവം മെഡിറ്റേഷനിലും അല്ല, മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് നേരം വെളുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അന്നിപ്പോ എല്ലാരും കിടന്ന് ഉറക്കമായിരിക്കുമല്ലോ, ആ സമയത്ത് ആരും പിള്ളേരൊന്നും എഴുന്നേൽക്കുകയല്ല. 6:15 കാണും, അത്രേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞ് ഒരു കട്ടൻ കാപ്പിയും കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ സോഫയിൽ വന്ന് ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. അതുകൊണ്ട് ഈ കണ്ണുകൊണ്ടാണ് ഞാൻ കാണുന്നത്.
അതാണ് എനിക്ക് അത്ഭുതം. ഫിസിക്കലായിട്ടാണ് ഞാൻ കാണുന്നത്. അതൊരു വലിയ അത്ഭുതമായി പോയി. പിന്നെ അങ്ങനെയാണ് ഞാൻ. പിന്നെ മാഡം ഈ ക്രിയോഗ ട്രൈ ചെയ്യാനൊക്കെ നോക്കിയോ? ക്രിയോഗ ലിനേജിൽ കയറാൻ ഇല്ല നോക്കിയോ? ഇല്ല ഇല്ല ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നാമത് ഞാൻ ജോലിക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട്. ആ. അപ്പൊ എനിക്ക് ഈ ക്രിയായോഗ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്നാന്ന് വെച്ചാൽ എന്റെ വിചാരം ഈ എക്സർസൈസ് യോഗായ ഒക്കെ ആണല്ലോ. കാരണം ഞാൻ അങ്ങനെ അതായതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്നെ കൊണ്ട് ഉടനെ ഒന്നും സമയം കിട്ടത്തില്ല. ഇപ്പൊ 2 കുഞ്ഞുങ്ങളുടെ കാര്യമുണ്ട്, ഓഫീസിൽ പോകണം, ഓഫീസിലെ വർക്കുണ്ട്. ഓഫീസിലെ വർക്ക് എന്ന് പറഞ്ഞാൽ ചില ദിവസം വീട്ടിൽ വന്നിരുന്നാണ് ചെയ്യേണ്ടിയൊക്കെ വരും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അതിന് ശ്രമിക്കും. അത് എനിക്ക് താല്പര്യം തോന്നിയില്ല. ഇപ്പോഴും എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താല്പര്യക്കുറവാണ്. പ്രാണായാമവും അതും ഇതും കുറച്ചൊക്കെ നാഡീശുദ്ധിയൊക്കെ ഇപ്പൊ ഞാൻ കുറച്ച് ചെയ്യാറുണ്ടെങ്കിലും അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഹിപ്നോട്ടിസം പഠിച്ചപ്പം സാറ് പറഞ്ഞു ഇങ്ങനെ പ്രാണായാമം ചെയ്യണമെന്നും അത് പഠിപ്പിച്ചു തന്നു. നാഡീശുദ്ധി പോലെ അതുപോലെയൊക്കെ ചെയ്യാനായിട്ട് കുറെ ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ ഹിപ്നോട്ടിസത്തിൽ കുറെ കാര്യമുണ്ട്. പിന്നെ ഈ നാടകം പോലെയൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. മൈൻഡ് കൺട്രോൾ അല്ലേ? അത് മാത്രമേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ മെഡിറ്റേഷന് വേണ്ടി പ്രാണായാമം ഒന്നുമില്ല. അത് എനിക്ക് ഹൃദയം കൊണ്ടുള്ള സംസാരമേ ഉള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. അത് ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു രൂപത്തിലൊന്നും അല്ല അങ്ങനെ പറയാറ്. ഞാൻ സുപ്രീം സോളായിട്ട് പരമാത്മാവായിട്ട് കണ്ടിട്ട് പറയാറാണ് പതിവ്. അതാണ് എൻ്റെ ഒരു രീതി. ഇപ്പൊ അത് കുറച്ച് ഞാൻ മാറ്റി. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാർത്ഥസാരഥി അമ്പലത്തില് പോയി കൃഷ്ണനെ ഞാൻ കണ്ടു, നേരിട്ട് ദർശിച്ചു. ആകാശം നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണരൂപം കണ്ടു. അത് ഒരു ഭയങ്കര ആനന്ദകരമായ ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം അതിനുശേഷമാണ് ഞാൻ ദേവതമാരെയൊക്കെ ഭജിക്കാൻ തുടങ്ങിയത്. പലരെയും പിന്നെ കണ്ടു. ഒരുപാട് അനുഗ്രഹങ്ങൾ അങ്ങനെ എനിക്ക് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ മഹാലക്ഷ്മിയെ കണ്ടിട്ടുണ്ട്, അതേപോലെ സരസ്വതി ദേവിയെ കണ്ടിട്ടുണ്ട്, സരസ്വതി ദേവിയെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വേറെ മെഡിറ്റേഷന്റെ ശിവനെയും പാർവതിയും കൂടെയും കണ്ടു. പുറകിലായിട്ട് നീല നിറത്തി മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയും ഒക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര അനുഭവങ്ങളായിരുന്നു. ഇവരൊന്നും ഉണ്ടെന്ന് പോലും ഞാൻ വിശ്വസിച്ചിരുന്നല്ല. ഇതൊക്കെ വെറും കഥകളാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ നിരീശ്വരവാദത്തിൽ ഒരു സീറോ പോലെ നിന്ന ഒരു സമയം എനിക്കുണ്ട്. അവിടെ അങ്ങനെയൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സുപ്രീം സോളിനെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. കാരണം അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതിനെ ചൊല്ലി ഞാൻ കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഈ രൂപങ്ങളൊക്കെ എന്റെ മുമ്പിൽ എനിക്ക് അത്ഭുതകരമായിട്ട് കാണാൻ സാധിച്ചത് കൊണ്ടാണ്. മാഡം കുറച്ചാള് ബ്രഹ്മകുമാരീസില് അവിടെ ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ സുപ്രീം സോളിനെ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ എല്ലാ മെഡിറ്റേഷനിലും ഞാൻ ട്രൈ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ബ്രഹ്മകുമാരീസ് മെഡിറ്റേഷനിലും എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ പോയിന്റ് ഓഫ് ലൈറ്റ് ഒക്കെ കാണുമായിരുന്നു. അത് കഴിഞ്ഞ് കണ്ണ് കാണുമായിരുന്നു. ഒരു കണ്ണിങ്ങനെ കാണാം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, അങ്ങനെ കാണുമായിരുന്നു. എന്നെ തന്നെ ഇങ്ങനെ എന്റെ മുഖം തന്നെ മുമ്പിൽ കാണുക. എന്നെ തന്നെ, എന്റെ ഈ മുഖം തന്നെ എനിക്ക് മുമ്പിൽ കാണാം. അത് ഒരു രസകരമായ കാഴ്ചയാ. കാരണം അത് എപ്പോഴും കാണാം. ഇങ്ങനെ രാത്രി കിടക്കുമ്പോഴും ഒക്കെ ഞാൻ ഇങ്ങനെ അത് മെഡിറ്റേഷൻ എനിക്ക് മെഡിറ്റേഷൻ ആയിട്ട് തോന്നിയില്ല. ഞാനിങ്ങനെ കിടക്കുമ്പോ എന്നെ തന്നെ മുന്നിൽ കാണുക. കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ എനിക്ക് അങ്ങനെ കാണാറുണ്ട്. പലപ്പോഴും അങ്ങനെ കാണാറുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രഹ്മകുമാരീസിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അവിടെ തന്നെ ബ്രഹ്മബാബയെ ഞാൻ എന്റെ മുറിക്കകത്ത് ഞാൻ ഇങ്ങനെ കണ്ടു. അപ്പൊ എനിക്ക് ഇദ്ദേഹത്തെ അറിയത്തില്ല. ഞാൻ ആ ബ്രഹ്മകുമാരീസ് തുടക്കത്തിലാണ്. എനിക്ക് അദ്ദേഹത്തെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തെ ഞാൻ ഇങ്ങനെ മുറിക്കകത്ത് കണ്ടു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തെയും ഞാൻ എന്റെ റൂമിൽ കണ്ടു. അങ്ങനെയാണ് ഞാൻ ബ്രഹ്മകുമാരീസിലേക്ക് ആകർഷിക്കപ്പെട്ടത്. അദ്ദേഹത്തെ പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴാ ആ ഫോട്ടോ കണ്ടപ്പോഴാ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഇവിടെ കണ്ടയാള് അവിടെ ഫോട്ടോ. അന്നേരം ഞാനത് ശ്രദ്ധിക്കുന്നേ. അത് തുടക്കമാ, ബ്രഹ്മകുമാരീസ് പോയി തുടങ്ങിയ ഒരു തുടക്കമാ.
അപ്പൊ ഈ മീശ കണ്ട് ഞാൻ അയ്യോ ഇത് ഇദ്ദേഹത്തെ തന്നെയാണല്ലോ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഈ മുറി നിൽക്കുന്ന പോലെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായത്. അങ്ങനെ എല്ലാ മെഡിറ്റേഷനിലും എനിക്ക് ഭയങ്കര അനുഭവങ്ങളാണ്. ഏത് മെഡിറ്റേഷൻ ചെയ്താലും അത് നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ അത് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാത്തിൽ നിന്നും നല്ല അനുഭവം തന്നെയാണ്. പിന്നെ ഞാൻ വിപാസന മെഡിറ്റേഷന് പോയായിരുന്നു. വിപാസന മെഡിറ്റേഷന് 10 ദിവസമുണ്ട്. അത് ചെങ്ങന്നൂരാണ്. 10 ദിവസം നമുക്ക് ഒന്നും മിണ്ടാൻ മേല, ആരും തമ്മിൽ വർത്താനം പറയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, മിണ്ടാതെ നമ്മൾ നടക്കുന്നത് പോലും ആരുടെ മുഖത്ത് നോക്കാതെ ചിരിക്കാതെ ഒക്കെ നടക്കണം. നമ്മുടെ മൊബൈലൊക്കെ മേടിച്ചു വെക്കും. അപ്പൊ ആദ്യം 2-3 ദിവസം എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായി. കാരണം ഞാൻ അധികം സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളെ, എനിക്ക് ചിരിക്കാതിരിക്കാനൊന്നും മേല. അപ്പൊ അവിടെ സമ്മതിക്കുകയില്ല, അതിനൊന്നും സമ്മതിക്കൂല. അപ്പൊ അങ്ങനെ മൊബൈലും ഇല്ല. രാവിലെ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ രാത്രിയിൽ 8 മണി 9 മണിയോ ഒക്കെ ആവും ഇതെല്ലാം തീരുമ്പം. അതുവരെ നമ്മൾ മിണ്ടാൻ പാടില്ല, എപ്പോഴും മെഡിറ്റേഷനും അങ്ങനെ ഇരിക്കുക. 3 ദിവസത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു തിരിച്ചു പോണമല്ലോ, തിരിച്ചു പോയാലോ എന്നൊക്കെ ചിന്തിച്ചു. കാരണം ഭയങ്കര അസ്വസ്ഥതയെ, നമുക്ക് ഒന്നാമത് ഇങ്ങനെ ഇരിക്കാൻ തന്നെ പാട്, ചാരി ഇരിക്കാതെ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ അങ്ങനെ ഒരുപാട്. പിന്നെ മാത്രമല്ല നമുക്കങ്ങ് ബോറടിക്കുന്ന പോലെ ആകും, അങ്ങനെയായി. പക്ഷെ 3-ാം ദിവസം രാത്രിയില് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു മുറിയില്. രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് വല്ലാണ്ട് ചിന്തകൾ കയറി വരുക. എന്ന് പറഞ്ഞാൽ എനിക്ക് കൊച്ചു നാളുകളില് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കൂട്ടുകുടുംബത്തിലെ ഒരു ഏകാന്ത ജീവിതം പോലെ ആയിരുന്നു. കാരണം എല്ലാരും ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയൊന്നും കൂടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു സ്നേഹമൊന്നും അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും തിരക്കിലാണ്, അവരവരുടെ കാര്യങ്ങളിലാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ട്. മുത്തശ്ശിയെന്ന് ആണ് എന്നെ ഏൽപ്പിച്ച അച്ഛൻ. അപ്പം മുത്തശ്ശിക്ക് ഇതിനൊന്നും നേരെയില്ല, പ്രാർത്ഥിക്കാനും പൂജ കഴിക്കാനും അതിനൊക്കെ നേരമുള്ളൂ. നമ്മളെയൊന്നും അന്ന് എല്ലാവരും എല്ലാ കുട്ടികളെയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ ഇരിക്കെ ഈ വിപസന മെഡിറ്റേഷനിൽ അന്ന് നടന്ന വിഷമിക്കുന്ന കാര്യങ്ങള്, ഞാൻ കൊച്ചിലെ അനുഭവിച്ച ബുദ്ധിമുട്ടുകള്, എൻ്റെ ഫീലിങ്ങുകൾ എല്ലാം എനിക്ക് കയറി വരുക. എന്ന് എൻ്റെ മറന്നു കിടന്നിരുന്ന പല ചിന്തകളും പല അനുഭവങ്ങളും അല്ല ഇങ്ങനെ കയറി വരുക. ഇത് എന്ത് കളിയാ, ഞാനിതൊന്നും ഓർക്കുന്ന പോലും ഇല്ലായിരുന്നു, ഇപ്പൊ എന്താ ഇത് കയറി വരുന്നേ. എനിക്കന്ന് ഉറങ്ങാനേ പറ്റിയില്ല. ഞാൻ എപ്പോഴോ ഉറങ്ങിയത്. 4 മണിക്ക് ഉണരണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇറുക്കി അടച്ച് കണ്ണ് ഒക്കെ ഇറുക്കി അടച്ച് കിടക്കുക. എന്നിട്ടും എനിക്ക് ചിന്തകളങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുക, കൊച്ചിലത്തെ ചിന്തകള്. അത് ഒയ്യോ, അവസാനം എങ്ങനെയോ ഒന്ന് ഉറങ്ങി കിട്ടി. ഉറങ്ങിയ ഉടനെ തന്നെ നമ്മളെ ബെല്ലടിച്ച ഉണർത്തുന്നേ, വിളിക്കൊന്നുമില്ല. അപ്പൊ ആ ബെല്ല് കേട്ടു. പിന്നെ ഞാനങ്ങ് ഉണർന്നു. പിന്നെ അന്ന് മെഡിറ്റേഷനിലില്ല. അന്ന് തൊട്ട് പിന്നെ എനിക്ക് ശരിക്കും മെഡിറ്റേഷൻ ചെയ്യാൻ സാധിച്ചു. ആ വിപസന മെഡിറ്റേഷൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിച്ചു. പിന്നെ അങ്ങോട്ട് ഞാൻ കംഫർട്ടബിൾ ആയി. കാരണം എനിക്ക് മനസ്സിലായത് പഴയ ചിന്തകളെല്ലാം അന്ന് പോയതായിരിക്കും. കുറച്ച് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെയാണ് കണ്ടത്. അപ്പൊ അങ്ങനെ ഞാൻ വീണതും എന്നെ തല്ലുന്നതും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പിന്നെ ഞാൻ ഏകാന്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയുന്നതും അന്ന് അനുഭവിച്ച ഫീലിങ്ങുകളും എല്ലാം പുറത്തോട്ട് ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനത്തെ ഒരു അനുഭവം വിപസന മെഡിറ്റേഷനിലുണ്ടായി. അങ്ങനെ 10 ദിവസം ഞാൻ മെഡിറ്റേഷൻ ചെയ്തു. അവിടെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായി അവിടെ വെച്ച്. അതിൽ പിന്നെ എനിക്ക് അങ്ങനെ വലിയ വിഷമമുള്ള ചിന്തകളൊന്നും വരുന്നില്ല. പിന്നെ മാഡം ഈ മരിച്ചവരുമായിട്ടൊക്കെ സംസാരിക്കുന്ന ഇതൊക്കെ, ഞാനിപ്പോ ഡോക്ടർ രാജനുമായിട്ടൊക്കെ ഇത് പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അവരങ്ങനത്തെ അനുഭവങ്ങളൊക്കെ പറയാറുണ്ട്. മാഡത്തിന് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറയാം. എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ, അതായത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. അദ്ദേഹത്തിന് ക്യാൻസർ വന്നാണ് മരിച്ചത്. എന്നെക്കാൾ 1 വയസ്സ് മൂത്തതാണ്. ഞങ്ങൾ കൂട്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ്. ഞാൻ MA പഠിക്കുമ്പം അദ്ദേഹം തൊട്ടടുത്ത ഇതിൽ MSc പഠിക്കുക. അപ്പൊ ഒരുപാട് എൻ്റെ സഹോദരനാണല്ലോ. അപ്പൊ എൻ്റെ ഫീസ് അടയ്ക്കുന്നതും എൻ്റെ എന്നെ ഏത് കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ഞങ്ങൾ പേരാ വിളിക്കുന്നത്. കാരണം 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾ കൂട്ടുകാരെ പോലാണ്. അപ്പൊ പുള്ളിയാണ് എൻ്റെ ഫീസ് അടയ്ക്കുന്നതും ഒക്കെ. അതെ, ഞാൻ കാശ് കൊടുത്താൽ അടച്ചോളൂ, എനിക്ക് ആ തിരക്കിലൊന്നും നിൽക്കേണ്ടി വരാറില്ല. അങ്ങനെ എല്ലാം കൊണ്ടും അങ്ങനെ ഞങ്ങൾ അടുപ്പത്തിലായിരുന്നു. അദ്ദേഹത്തിന് കല്യാണം കഴിച്ച് 2 കുട്ടികളായി കഴിഞ്ഞപ്പോൾ 42-ാം വയസ്സിൽ അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് മരിക്കുക ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിനോട് എനിക്ക് ഈ നോളജൊക്കെ പറയണമെന്നുണ്ടെങ്കിലും
ആ സമയത്ത് അദ്ദേഹം കേൾക്കില്ലല്ലോ, അദ്ദേഹത്തിന് അതൊന്നും അത്ര. അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ എനിക്കങ്ങനെ ഒരു ഇതുണ്ട്. കാരണം വെച്ചാൽ മരിച്ചു കഴിഞ്ഞ 10-13 ദിവസത്തിനകം നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുന്നു, കേൾക്കുമെന്നും അവരുടെ ബോഡിയെ നമുക്ക് ഹീൽ ചെയ്ത് നെക്സ്റ്റ് ബർത്തിലേക്ക് പ്യുവർ ബോഡി ആക്കാവുന്ന പ്രാണി ഹീലിങ്ങിലൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കാരണം ഈ മരിച്ചു പോയവരെ ഞാനൊന്ന് ഹീൽ ചെയ്യാറുണ്ട്. കാരണം ഏറ്റവും ഫലപ്രദമായി ഹീൽ ചെയ്യാവുന്ന ടൈം അത്. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെയും ഹീൽ ചെയ്തു. അത് ഹീൽ ചെയ്തുകൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ആ ക്യാൻസർ ആയിരുന്നുകൊണ്ട് ഇനി നെക്സ്റ്റ് ബർത്തിൽ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ഹീൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു രാത്രിയില് എന്നെ വന്ന് വിളിക്കുകയാണ് അദ്ദേഹം. വിളിച്ചിട്ട് രാധേ രാധേ എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ഞെട്ടി ഉണർന്നു എന്നാണ് എനിക്ക് അങ്ങനെ എന്റെ ബോധം വരുന്നത്. അപ്പൊ എന്നോട് പറയാം, അതേ കണ്ടോ, എന്നെ കണ്ടോ, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ഇപ്പൊ ഒരു അസുഖവും ഇല്ല, ഇത് നോക്ക് രാധേ, ഞാൻ ഹാപ്പിയാണ്. ഈ ഇംഗ്ലീഷ് വേർഡാ പറയുന്നത്, ഞാൻ ഹാപ്പിയാണ്. എന്നാൽ എനിക്ക് സന്തോഷമായി, കാരണം ഞങ്ങൾ അത്രയും അടുപ്പമുള്ളവരായിരുന്നു. അപ്പൊ അദ്ദേഹം പറയാണ്, അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ എവിടെയാണ്, ഞാൻ പേര് വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഇവിടെ പേര് പറയുന്നില്ല, പേര് വിളിച്ചിട്ട് ചോദിച്ചു എവിടെയാണ് ഇപ്പം എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഞാനിപ്പോ ഇവിടെ ഈ ഒരു ലോകത്തിലാണ്. അപ്പൊ ഞാൻ ആ ചുറ്റും നോക്കിയപ്പോ ഒരു നിലാ വെളിച്ചവാ കാണുന്നത്. അവിടെ കാടും ഒക്കെ ഉണ്ട്. നമ്മൾ രാത്രിയിൽ നിലാ വെളിച്ചത്തിൽ നമ്മുടെ ഈ സ്ഥലം കാണുന്ന പോലെ തന്നെ ഒരു സ്ഥലത്താ. അപ്പൊ പറഞ്ഞു, ഞാൻ ചോദിച്ചു സുഖമാണോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, എന്നെ ഇന്നാള് മരിച്ചില്ലേ, ഇന്നാള് ഞാൻ ഏത് എന്ന് ചോദിച്ചപ്പോ ഇന്നാള് എന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ജംഗ്ഷനാണ്, അവിടെ പുളിമൂടി ജംഗ്ഷൻ എന്ന് പറയാം, അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കും. അപ്പൊ എനിക്കത് കാണാം, ആ ജംഗ്ഷൻ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോ എനിക്ക് കാണാം. അപ്പൊ ചോദിക്കാം, അവിടെ ഒരു ബൈക്ക് ആക്സിഡന്റ് മരിച്ചില്ലേ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല അങ്ങനെ ഒരാൾ മരിച്ചതായിട്ട്, എന്റെ അറിവിലില്ല താനും. അപ്പൊ ഞാനൊന്നും വേണ്ടിയില്ല. അപ്പം പറയാ, അവരൊക്കെ എന്നെ ഫോളോ ചെയ്യുക, ഞാൻ നാരായണ ജപിച്ച് രക്ഷപ്പെടുക എന്നോട് പറയാണ്. കുറെ പേര് എന്നെ ഫോളോ ചെയ്യുക, ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷ് വാക്ക് തന്നെ പറയുന്നത്, എന്നെ ഫോളോ ചെയ്യാണ്. എന്താന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ഞാൻ നാരായണ ജപിച്ച് രക്ഷപ്പെടുക എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ബൈക്ക് ആക്സിഡന്റ് മരിച്ച കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ എന്നിട്ട് അന്നേരം പറഞ്ഞു, ഞാൻ അങ്ങനെ രക്ഷപ്പെടുകയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ട് സംശയം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നത്, അത് വല്ലതും അറിയാമോ. ഞാൻ ശരിക്കും അദ്ദേഹം മരിച്ച ഒരാളെ കാണുന്ന പോലെ തന്നെ ഞാൻ സംസാരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ മരിച്ചവർക്ക് ഒരുപാട് പവറൊക്കെ ഉണ്ടെന്ന് പറയുന്നല്ലോ, നേരാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ചിരിച്ചോണ്ട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഒരു സെക്കൻഡിനകം ഞങ്ങളുടെ തറവാട്ടിലെത്തി. അദ്ദേഹത്തിന്റെ തറവാട്ടിലെത്തി. ഡ്രീമാണോ നേരിട്ടാണോ എന്നാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ സംഭവിക്കുക ഡ്രീം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ എന്റെ ഒരു അല്ലെങ്കിൽ എന്റെ സൂക്ഷ്മ ബോഡി അങ്ങ് പോയതായിരിക്കാം, എന്നാണെന്ന് എനിക്ക് അറിയത്തില്ല. എവിടെയാണ് മാഡം ഇപ്പൊ ഉള്ളത്? വീട്ടിലാണോ? ഞാൻ വീട്ടിലെ രാത്രിയാ സമയം കിടക്കുവാണോ? ഞാൻ കിടന്നതാണ്, പക്ഷെ ഈ സംഭവം എപ്പോഴാ എങ്ങനെയാ ഒന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കാണുന്ന ഇദ്ദേഹം എന്നെ വിളിക്കുമ്പോ ഞാൻ കാണുകയാണ്, ഞാൻ സംസാരിക്കുകയാണ്, ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് എന്നോട് പറയുവാണ്, അവിടെ എത്തി കഴിഞ്ഞപ്പം അവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ദേ നോക്കിക്കേ, ആ വെള്ളം നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോ ഇദ്ദേഹം നോക്കി നിൽക്കെ ആ വെള്ളം അങ്ങ് തീർന്നു. അപ്പൊ ഞാൻ ചോദിച്ചതായി ഈ മരിച്ചവർക്കുള്ള കഴിവുകൾ ചോദിച്ചപ്പോഴായി കാണിച്ചു തന്നെ. അത് കഴിഞ്ഞ് ആ മുറ്റത്തൊരു കോഞ്ഞാട്ട കിടക്കുന്ന ഡോറ് തുറന്നിട്ടിരിക്കുന്ന അത് കാണാം. എന്നിട്ട് എന്നോട് പറഞ്ഞു, അത് നോക്കാൻ പറഞ്ഞു. അത് തീയും കത്തി. ഇങ്ങനെ ഇത്രയും കാണിച്ചു തന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന്. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, എൻ്റെ അച്ഛനെ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, രാധയുടെ അച്ഛൻ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ഈ നിലാവെളിച്ചം തന്നെ അവിടെ എത്തിയിട്ട് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പം കുറേ അകലെയായിട്ട് ഈ മേഘങ്ങൾ കടല് പോലെ തോന്നും നമുക്ക്, അതിന്റെ അപ്പുറയായിട്ട് അച്ഛൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത്ര അകലെയാണേലും മുഖം നല്ല ക്ലിയറാ. എന്നിട്ട് അച്ഛൻ എന്നെ കൈ പൊക്കി കാണിച്ചു. പക്ഷെ മുഖത്തൊരു നിർവികാരതയാണ്. സാറിന് അച്ഛൻ അങ്ങനെ അല്ല. അപ്പോഴും അച്ഛൻ 94 മരിച്ചതാ അച്ഛൻ.
ഇതിപ്പോ സംഭവിക്കുന്നത് 2000-ലാണോ 2001-ലാണോ ആ സമയത്താണ് സംഭവിക്കുന്നത്. അച്ഛൻ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി കാണിച്ചു. എന്നിട്ട് എന്നോട് അപ്പൊ ഇദ്ദേഹം പറയാണ്, അച്ഛനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, വിളിച്ചിട്ട് പറയാ, വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം, നിന്റെ അച്ഛൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം, പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ പറ്റുകയില്ല എന്നുള്ള അർത്ഥമാണ് പറഞ്ഞതിനകത്ത്. അച്ഛന് വേണേ ഇങ്ങോട്ട് വരാം എന്ന് പറയുന്നു. പക്ഷെ അച്ഛനും വരാൻ ഒരു മനസ്സൊന്നും കാണിക്കുന്നില്ല. എന്നെ ഇങ്ങനെ കണ്ടു എന്ന് കാണിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ആ ഭാവം കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം വരികയും ചെയ്തു. കാരണം അച്ഛൻ അങ്ങനെ അല്ല, എന്നോട് ഭയങ്കര സ്നേഹം. അച്ഛന് ഞങ്ങളെ വഴക്ക് പോലും പറയാതെ വളർത്തിയെ. അപ്പൊ ഈ ഒരു നിർവികാര മുഖമാണ് ഞാൻ കാണുന്നത്. അത് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് സമയമായി, ഞാൻ പോട്ടെ എന്ന് പറയാൻ ഇതെല്ലാം അപ്രത്യക്ഷമായി. പിന്നെ ഞാൻ നോക്കുമ്പോ നമ്മുടെ മുറിക്കകത്ത് ഞാൻ കിടക്കുക. അപ്പൊ ഞാൻ ടൈം എടുത്ത് നോക്കി, ഇപ്പൊ 3:45. 4 ആയിട്ടില്ല. വെളുപ്പിനെ 3:45 ഞാൻ ആ സമയം അന്നേരം ഉണർന്നപ്പോ ഞാൻ സമയം നോക്കിക്കഴിഞ്ഞപ്പോ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞായിരുന്നു, കുടുംബത്തിന്റെ ചില ദോഷങ്ങളാണ് ഈ രോഗം വരാൻ കാരണം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി അതിനെന്താ പരിഹാരം എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. ഇപ്പം നമ്മുടെ അവിടെ ഉള്ളവരൊന്നും പൂജയും ഒന്നും കഴിക്കുകയല്ലായിരിക്കും, പറഞ്ഞ ഇതിനുള്ള പരിഹാരം ഒന്നും ചെയ്യലായിരിക്കും എന്ന് പറഞ്ഞപ്പോ അത് ശരിയാന്നുള്ള അർത്ഥത്തില് തല ഇങ്ങനെ കുനിച്ചു നിന്നു, ഒരു സങ്കടഭാവത്തിൽ നിന്നു. അത്രയും ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനിതെല്ലാം അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പുള്ളിക്കാരി അപ്പൊ അതെല്ലാം കേട്ട് കരഞ്ഞതല്ലാതെ ഒരു പ്രത്യേകിച്ചൊരു പൂജയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ ഇങ്ങനെ കണ്ടു, ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഭയങ്കര സങ്കടം. അപ്പൊ ഞാൻ ഈ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് എന്താ പോകാത്ത, എന്നോട് എന്തിനാ വന്ന് പറയുന്നേ എന്ന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്ക് രാധ മെഡിറ്റേഷൻ ചെയ്യുന്നോണ്ടാ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ തന്നെ പറഞ്ഞു. അതുമല്ല, ഞാൻ എങ്ങനെയും അവരെ സമീപിക്കാൻ പോയാൽ അവർക്ക് പേടിയാകും, പിന്നെ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നും ശ്രമിക്കാൻ പോയില്ല. രാധയെ എളുപ്പം എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക, രാധ മെഡിറ്റേഷൻ ചെയ്യുന്ന ആയതുകൊണ്ട് എന്നും പറഞ്ഞു. പക്ഷെ ജീവിച്ചിരുന്നപ്പോ എന്റെ മെഡിറ്റേഷനെ പറ്റി പുള്ളിക്ക് അറിയാവോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടേ ഇല്ല. കാരണം അദ്ദേഹം വേറെ സ്ഥലത്തായിരുന്നു താമസം. അത് കാരണം ഈ ഒരു വിഷയം സംസാരിക്കാൻ അവസരം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ സമയത്ത് ഇങ്ങനെ തന്നെ പറഞ്ഞു.